നമ്മൾ പാപികളോ? നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു നോക്കുക. നിങ്ങൾ പാപം ചെയ്യുന്നു എങ്കിൽ പാപി തന്നെ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇത് അലിഖിത നിയമം അത്രേ. പക്ഷേ നമ്മുടെ കർത്താവ് സ്നേഹവാനാകുന്നു. അവിടുന്ന് നാം നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കണമേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 ഞാൻ വായിച്ചത്. അവിടുത്തെ പുത്രത്തിൻ്റെ ക്രൂശിലെ യാഗത്താൽ നാം രക്ഷ പ്രാപിച്ചു, നിത്യജീവങ്ങളിലേക്ക് പ്രവേശിച്ചു. സ്തോത്രം. അതുകൊണ്ട് മാത്രം ദൈവകൃപയാൽ വിശ്വസിച്ച് ആ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് നാം മറക്കരുത്. അത് ദൈവത്തിൻ്റെ ദാനമത്രേ. പൗരോഹിത്യ, ന്യൂജൻ, പൈശാചിക കൂട്ടായ്മകൾ, പാപബോധ ചിന്തകൾ വരുത്തുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു കൽപ്പിച്ചിട്ടാണ്. അവർ ചെയ്യുന്നതാകുന്നു പിശാചിൻ്റെ പ്രവൃത്തികൾ. ദൈവമകനെ, നിൻ്റെ ദൈവത്തിന് മാത്രമല്ല നിൻ്റെ പിതാവിനും അവർ ശത്രു അത്രേ. അവർ നിന്നെ നശിപ്പിച്ചാൽ നിൻ്റെ പിതാവ് ദുഃഖിക്കും, വേദനിക്കും. അങ്ങനെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് തെറ്റ്. അത് നാശത്തിനാകുന്നു പോകുന്നത്. നിത്യനരകത്തിൽ നിന്നെ വീഴ്ത്തുവാൻ പിശാച് ശ്രമിക്കുന്നു. വീഴരുത്. ദൈവസ്നേഹം തിരിച്ചറിയുക. പൈശാചികമായ സുഖം ക്ഷണികമത്രേ. ഒന്നാമതായി നിനക്ക് സന്തോഷ, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം ഇവ നേടിയെടുക്കുക. നിൻ്റെ സ്നേഹിതർ ഈ ഫലങ്ങൾ അനുഭവിക്കട്ടെ. അത് കണ്ട് അവർ പറയും, നീ കർത്താവിനെ പിൻപറ്റിയവൻ എന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.